ഹലോ മക്കളെ, +1ലേക്ക് കടക്കാൻ നിൽക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. മറ്റൊന്നല്ല, നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ +1 ഓറിയൻറ്റേഷൻ്റെ ആണ്. +1 ഓറിയൻറ്റേഷൻ ആണ്, ബാച്ച് ഓറിയൻറ്റേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ +1ലേക്ക് കടക്കാൻ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും അത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് നിങ്ങൾ +1ൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ സിലബസ് എങ്ങനെയായിരിക്കും, ഏത് ഏരിയ ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എക്സാംസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. അത് നടക്കുന്നത് മെയ് 14-ാം തീയതിയാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ദെൻ സെക്കൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 15 അത് നമ്മുടെ +1 ജ്വാല ബാച്ചിൻ്റെ ലോഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ആരൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ, പലരുടെയും കയ്യിൽ നമ്മുടെ എക്സാമിൻ്റെ ആപ്പ് ഉണ്ടായിരിക്കും. പലർക്കും അത് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോഴും അറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലില്ലാത്തതും ഉള്ളതും ഒരുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്നത്തെ സെഷനിലൂടെ നമ്മുടെ ബാച്ചിൻ്റെ എന്തൊക്കെയാണ് ബാച്ചിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളതെന്നൊക്കെ നമ്മൾ അന്നത്തെ ഒരു സെഷനിലൂടെ പറയുന്നതായിരിക്കും. ദെൻ ഫൈനൽ ഡേറ്റ്സ് എന്ന് പറയുന്നത് മെയ് 16 അന്ന് മുതലാണ് നമ്മുടെ +1 ജേർണി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അന്ന് തൊട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ഡേറ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സെഷൻസിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്ന കാര്യങ്ങൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങളത് പറഞ്ഞിട്ടോ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് തുടക്കത്തിലെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് എന്ന് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ട് പറയാനുള്ളൂ. കീപ് ലേണിംഗ്.